നിങ്ങൾ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഞാൻ ശപിച്ചിട്ടുണ്ട്. ഒരിക്കലും അവൻ ഗുണം പിടിച്ചു പോകരുത്, ഒരിക്കലും അവൻ നന്നാവരുതെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ശപിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം യു എയിൽ നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഷോപ്പായിരുന്നു എൻ്റെത്. നല്ല രീതിയിൽ കച്ചവടം ചെയ്തൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് ഒരു ചെക്കൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളാണ്, ജോലിയില്ല, കുറച്ച് നാളുകളായിട്ട് പട്ടിണിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചെങ്ങായിക്ക് ഈ ഷോപ്പിൽ ഒരു ജോലി കൊടുത്തു. എൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ നല്ല രീതിയിൽ വഞ്ചിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം കൈക്കലാക്കിയിട്ട് ആള് പോയ സമയത്ത് എൻ്റെ പാർട്ട്ണർമാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഓൾറെഡി ഷോപ്പ് ലോസിലാണ്, ഇനി നിന്റെ കൂടെ ഒരു കച്ചവടത്തിന് കണ്ടിന്യൂസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവരും എന്നെ വിട്ടുപോയി. അങ്ങനെ ഞാൻ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള തുകകൾ ഇങ്ങനെ പിരിച്ചു കൊടുത്തു. അവരിട്ട് എത്രയാണ് പൈസ അത് മൊത്തം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഓൾറെഡി മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ മുകളിൽ അവരെ പൈസയും കൂടി കൊടുത്ത സമയത്ത് ഒരു കല്ലെടുത്ത് എറിഞ്ഞ പോലെ കപ്പൽ വീണ്ടും നന്നായിട്ട് താഴോട്ട് താന്നു. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ നല്ലതിനും എൻ്റെ ചീത്തതിനൊക്കെ കൂടെ ഉണ്ടായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് ഞാനായിട്ട് ഇങ്ങനെ ബീച്ചിൽ പോയിരിക്കുകയാണ്. ആ ബീച്ചിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിലെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു, എടാ എന്നെ പറ്റിച്ചു പോയ ചങ്ങായില്ലേ, നശിച്ചു പോടാ, ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറയണേ, അങ്ങനൊന്നും ഒരിക്കലും ഒരാളെ ശപിക്കാൻ പാടില്ല, അതൊക്കെ പടച്ചോൻ കൊടുത്തോളും. ഈ പടച്ചോനുണ്ടാക്കിയ പടപ്പുകളെ ശപിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പടച്ചോനോട് വിഷമങ്ങൾ പറയാ, ഒരിക്കലും നീ ശപിക്കാൻ നിൽക്കരുത്, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വീട്ടിലൊരു ജ്യേഷ്ഠനും അനിയനുണ്ട്. ആ ജ്യേഷ്ഠനും അനിയനും ഭയങ്കര സഹോദരി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഒരു ദിവസം ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പാക്ക് എന്തോ ഒരു വിഷമം കൊണ്ട് ഉപ്പ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ തമ്മിൽ കച്ചറ കൂടരുത്, പാപ്പ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഉഷാറായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ വാപ്പ മരിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ വേറെ ഉമ്മമാരുടെ മക്കളാണല്ലോ. അങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ കച്ചറകൾ തുടങ്ങി, അടി തുടങ്ങി, ഏട്ടനും വേണ്ടി നമ്മൾ തെറ്റി, അങ്ങനെ സ്വത്ത് തർക്കായി. ഈ സ്വത്ത് തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങാടിയിൽ നിന്ന് രണ്ടുപേരും തമ്മിൽ ഭയങ്കര കച്ചറായി. ഈ മൂത്ത ജ്യേഷ്ഠന് അത്യാവശ്യം പാവാണ്. ഈ ഇളയവനുണ്ടല്ലോ, മൂത്ത ജ്യേഷ്ഠനെ നന്നായിട്ട് തെറി വിളിച്ച്, നിന്നെ ഞാൻ കൊല്ലടാ, നിന്നെ ഞാൻ അങ്ങനെ ആക്കടാ ഇങ്ങനെ ആക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മൂത്ത ജ്യേഷ്ഠനോട് ദേഷ്യം പിടിച്ചു. ഈ ചങ്ങായി നേരെ വീട്ടിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവന്റെ ഫോണിലേക്ക് ഒരു കോള് വരാം. എടാ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരണോ, നിന്റെ ജ്യേഷ്ഠന് ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവൻ പോയില്ല, ദേഷ്യം പിടിച്ച് നിൽക്കാണല്ലോ. അരമണിക്കൂർ മുമ്പായി ഒരു കോളും കൂടി വന്നു, എടാ ആളിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. നിങ്ങളൊന്ന് ആലോചിക്കാം, ഒരു നേരത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും